ഈ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് മെയ് 10-ന് എല്ലാരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് മോദിജി ഇത് പറഞ്ഞു. साल भर तक घर में कोई भी फंक्शन हो, कोई भी कार्यक्रम हो, हम सोने के गहने नहीं खरीदेंगे. ഒരു വർഷത്തേക്ക് വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സ്വർണം വാങ്ങരുത് എന്ന്. അതിന്റെ കൂടെ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് യാത്ര പോകരുത്, പെട്രോൾ ഉപയോഗം കുറക്കണം, പാചകം ചെയ്യുമ്പോൾ ഓയിലിന്റെ ഉപയോഗം കുറക്കണം, കൂടുതൽ വർക്ക് ഫ്രം ഹോം ചെയ്യണം എന്നും ഒക്കെ പറഞ്ഞു. എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും 48 മണിക്കൂറിനുള്ളിൽ, അതായത് മെയ് 12 ബുധനാഴ്ച അടുത്ത ബോംബ് വീണു. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടി കേന്ദ്ര സർക്കാർ 15% ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇമ്പോർട്ട് ഡ്യൂട്ടി 6% നിന്ന് 15% ഉയർത്തി. ആൻഡ് അതിന്റെ ഇമ്പാക്ട് അടുത്ത ദിവസം തന്നെ ഗോൾഡിന്റെ വിലയിൽ നമ്മൾ കണ്ടു. തീരുവ ഉയർത്തതിന് പിന്നാലെ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഒരു പവൻ സ്വർണത്തിന് 10,200 രൂപയാണ് ഇന്ന് മാത്രം കൂടിയത്. ഒരു പവന് 1,19,000 രൂപയോളമായി. പബ്ലിക് മുഴുവൻ പാനിക്കായി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വർഷം ഫെബ്രുവരി മുതലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഓർക്കണം. ഇറാനെതിരെ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നുവെന്ന് ഇറാൻ സൈന്യം. ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിൽ, ഇലക്ട്രോണിക്സ്, ഫെർട്ടിലൈസേഴ്സ് തുടങ്ങി മിക്ക സാധനങ്ങളും നമ്മൾ പുറത്തു നിന്ന് ഡോളർ കൊടുത്ത് ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോൾ നാച്ചുറലി നമുക്ക് കൂടുതൽ ഡോളേഴ്സ് ആവശ്യമായി വരും. അങ്ങനെ ഡോളറിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ നാച്ചുറലി റുപ്പിയുടെ വാല്യൂ ഇടിയും. അങ്ങനെ ഡോളറിനെതിരെ 95.63 എന്ന റെക്കോർഡ് ലോയിലേക്ക് നമ്മുടെ റുപ്പി വീണു. ഈ വർഷം മാത്രം 6% രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ഇത് നമ്മുടെ നാടിനെ വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഒരു ഹൗസ് ഹോൾഡിന്റെ ബഡ്ജറ്റ് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. വരുമാനത്തെക്കാൾ ചിലവ് കൂടിയാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഒന്നുകിൽ സേവിങ്സിൽ നിന്ന് എടുത്ത് നമ്മൾ ചിലവാക്കും, അല്ലെങ്കിൽ എന്താ, നമ്മൾ കടമെടുക്കും. ശരിയല്ലേ? രണ്ടാണെങ്കിലും ആ കുടുംബം ഫൈനാൻഷ്യൽ സ്ട്രെസ്സിലേക്ക് പോകില്ലേ? ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ഡോളറിന്റെ കാര്യത്തില്. ആൻഡ് അതിന് നമ്മുടെ നാടിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്തില് വലിയൊരു ഇമ്പാക്ട് ഉണ്ട്. വിശദമായി മനസ്സിലാക്കാനാണെങ്കിൽ ഇന്ത്യ എക്സ്പോർട്ടിനേക്കാൾ ഇമ്പോർട്ട് കൂടുതൽ ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമ്മൾ ഏൺ ചെയ്യുന്ന ഡോളറിനേക്കാൾ വളരെ കൂടുതലാണ് പുറത്തേക്ക് ചിലവാക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ചിലവാക്കുന്ന ഡോളറും എക്സ്പോർട്ട് ചെയ്ത് ഏൺ ചെയ്യുന്ന ഡോളറും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് 31 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ സേവിങ്സ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉപയോഗിക്കുകയാണ്. ഈ വാർ തുടങ്ങി 2 മാസം കൊണ്ട് മാത്രം ആ ഫണ്ടിൽ നിന്ന് 3.5 ലക്ഷം കോടി രൂപയാണ് കുറഞ്ഞത്. അതല്ല എങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്ന് ഡോളർ കടമെടുക്കേണ്ടി വരും. അതും വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ നിന്നാൽ നമ്മുടെ രാജ്യം ഫൈനാൻഷ്യലി വളരെ വീക്ക് ആകും. അങ്ങനെ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിനും തീ വിലയാകും, നമ്മളും അഫക്റ്റഡ് ആകും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ശരിയാക്കാൻ 2 വഴികളെ ഗവൺമെന്റിന്റെ കയ്യിലുള്ളൂ. ഒന്നെങ്കിൽ എക്സ്പോർട്സ് കൂട്ടി കൂടുതൽ ഡോളേഴ്സ് ഏൺ ചെയ്യുക, അല്ല എങ്കിൽ ഇമ്പോർട്ട്സ് കുറച്ച് ഡോളർ ചിലവാക്കുന്നത് കുറയ്ക്കുക. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് എക്സ്പോർട്സ് കൂട്ടാൻ എന്തായാലും പറ്റില്ലല്ലോ, അതിന് വർഷങ്ങളുടെ പണി വേണം. അപ്പോൾ പിന്നെയുള്ള ഒരേ ഒരു വഴി ഇമ്പോർട്ട്സ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യുക എന്നത് മാത്രമാണ്. പക്ഷെ എന്തിന്റെ ഇമ്പോർട്ട് കുറക്കും? ഗവൺമെന്റ് ഇമ്പോർട്ടിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കി. ഏറ്റവും വലിയ ഇമ്പോർട്ട് ക്രൂഡ് ഓയിൽ ആണ്. ബട്ട് നാട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനവുമാണ്, അതുകൊണ്ട് അത് തൊടാൻ പറ്റില്ല. പിന്നെ മെഷീനറീസ്, ഫെർട്ടിലൈസേഴ്സ്, ഇലക്ട്രോണിക്സ് ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊക്കെ തൊട്ടാലും നാട് നിന്നു പോകും. അപ്പോൾ ആ ലിസ്റ്റിൽ ആകെ ബലി കൊടുക്കാൻ പറ്റുന്ന ഒരു എക്കണോമിക് സ്റ്റാൻഡ് പോയിന്റിൽ നോൺ എസെൻഷ്യൽ ആയ ഒരു ഐറ്റമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഗോൾഡ്. ഏകദേശം 7 ലക്ഷം കോടി രൂപയുടെ ഗോൾഡ് ആണ് നമ്മൾ ഓരോ വർഷവും ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ട്. അങ്ങനെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഗോൾഡിന്റെ ഇമ്പോർട്ട് കുറയ്ക്കണമെന്ന് ഗവൺമെന്റ് അങ്ങ് തീരുമാനിച്ചു. അതിനു വേണ്ടിയാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി 6% നിന്ന് 15% ഉയർത്തിയത്. ഡ്യൂട്ടി കൂടി വില കൂടുമ്പോൾ ആൾക്കാർ ഗോൾഡ് വാങ്ങുന്നത് കുറയും. അങ്ങനെ ഇമ്പോർട്ട് കുറയും. അങ്ങനെ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആകും എന്നതാണ് ഗവൺമെന്റിന്റെ പ്ലാൻ. മോദിജി ഫോറിൻ ട്രാവൽ ഒഴിവാക്കാനും ഫ്യൂവൽ ഉപയോഗം കുറയ്ക്കാനും ഒക്കെ പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാത്തിന്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പ്രൊട്ടക്ട് ചെയ്യുക, ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക. അതായത് ഇത് പ്യുവർലി ഒരു എക്കണോമിക് പോളിസി ഡിസിഷൻ മാത്രമാണ്. അല്ലാതെ പലരും പറയുന്നത് പോലെ മോദിജിയുടെ BJPയുടെ കോൺസ്പിറസിയോ വലിയ എന്തോ ഡിസാസ്റ്റർ വരാൻ പോകുന്നതോ ഒന്നുമല്ല. ഇൻഫാക്ട് ഇത് പുതിയൊരു കാര്യവുമല്ല. 2022 റഷ്യ യുക്രൈൻ യുദ്ധം നടന്നപ്പോഴും ഇതുപോലെ തന്നെ ഓയിൽ പ്രൈസ് കൂടി, രൂപയുടെ മൂല്യം ഇടിഞ്ഞു, എക്കണോമിക് പ്രഷർ ഉണ്ടായിരുന്നു. അന്നും ജൂലൈ 2022
ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി 15% ഉയർത്തിയിരുന്നു. അന്നും ഇതുപോലെ തന്നെ വിലയും കൂടിയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് 2 വർഷങ്ങൾ കഴിഞ്ഞ് 2024 ജൂലൈയിൽ എക്കണോമിക് പ്രഷർ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ ഗവൺമെന്റ് ആ ഡ്യൂട്ടി തിരിച്ച് പഴയ പോലെ 6%. അങ്ങനെ ഡ്യൂട്ടി കുറച്ചപ്പോ ഒറ്റ ദിവസം കൊണ്ട് പവന് 4000 രൂപയോളം ഇടിയുകയും ചെയ്തു. ഇത് മാത്രമല്ല 2013 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് ഗവൺമെന്റും ഇത് ചെയ്തിട്ടുണ്ട്. അന്ന് ഓയിലിന്റെ പ്രൈസ് കയറി രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോ അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്ററായ പി ചിദംബരം ഇതാണ് പറഞ്ഞത്. Please resist the temptation to buy gold. യെസ്, ഗോൾഡ് വാങ്ങണ്ട എന്ന്. എന്നിട്ട് ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി 2% നിന്ന് പയ്യെ 10% ഉയർത്തി. ആൻഡ് അതിലൂടെ സക്സസ്ഫുള്ളി ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ച് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതുകൂടി കേട്ടപ്പോ ഇപ്പൊ സംഭവിക്കുന്നതും വളരെ നോർമലായ ഒരു എക്കണോമിക് പോളിസി ഡിസിഷൻ തന്നെയാണെന്ന് മനസ്സിലായില്ലേ? ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഫാസ്റ്റ് ആയ ലിവർ മാത്രമാണ് ഗോൾഡ്. ഈ സിറ്റുവേഷൻ ഒന്ന് സ്റ്റേബിൾ ആകുമ്പോൾ അവർ ഇത് തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യുകയും ചെയ്യും. ഡേറ്റ പറയുന്നതും ചരിത്രം പറയുന്നതും അത് തന്നെയാണ്. ഇനി നിലനിൽക്കുന്ന വലിയ ചോദ്യം ഇതാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിൽ ഗോൾഡിന്റെ വില എങ്ങനെയാണ് ഡിസൈഡ് ആകുന്നത് എന്ന് ആദ്യം അറിയണം. അത് 3 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസ്, റുപ്പി ഡോളർ റേറ്റ്, പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി. വിലയുടെ ഫോർമുല വളരെ സിമ്പിൾ ആണ്. ഇന്റർനാഷണൽ പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ റുപ്പി ഡോളർ റേറ്റ് പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടി. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങാൻ പോകുമ്പോൾ GST യും മേക്കിംഗ് ചാർജസും ഒക്കെ വേറെയും ഇതിന്റെ മേലെ ഉണ്ടാകും. അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താ? ഗോൾഡിന്റെ ഇന്റർനാഷണൽ പ്രൈസ് ആണ്. റുപ്പി ഡോളർ റേറ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. ഇമ്പോർട്ട് ഡ്യൂട്ടി വല്ലപ്പോഴുമേ ഇപ്പൊ സംഭവിച്ചതുപോലെ മാറാറുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ ഫാക്ടർ ഇന്റർനാഷണൽ പ്രൈസ് തന്നെയാണ്. അപ്പൊ ഇത് മനസ്സിലായെങ്കിൽ ഗോൾഡിന്റെ വിലക്ക് ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യത എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ സിമ്പിൾ അല്ലേ? അതിനായി ഇന്റർനാഷണൽ ഗോൾഡിന്റെ പ്രൈസ് എസ്റ്റിമേറ്റ്സ് നോക്കിയാൽ മാത്രം മതി. കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതുപോലെ ഇന്റർനാഷണലി ഗോൾഡിന്റെ വില ഇനിയും പയ്യെ കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് എല്ലാവരും പറയുന്നത്. ലോകത്തെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നായ JP മോർഗന്റെ ഫോർകാസ്റ്റ് 2026 എൻഡ് ആകുമ്പോഴേക്കും ഗോൾഡിന്റെ വില 30% ഇവിടെ നിന്ന് കൂടുമെന്നാണ്. ഇൻഫാക്ട് മണപ്പുറം ഫൈനാൻസിന്റെ CMD ആയ VP നന്ദകുമാർ സാറുമായി ഞാൻ ചെയ്ത പോഡ്കാസ്റ്റിലും അദ്ദേഹം പറഞ്ഞതും വരുന്ന വർഷങ്ങളിൽ വില കൂടാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് നോക്കിയാൽ മുന്നിലേക്ക് ഗോൾഡിന്റെ വില കൂടാൻ ചാൻസ് ഉണ്ട്. എക്സാക്ട്ലി എത്ര എപ്പോ എന്ന് ആർക്കും ശരിക്കും അറിയില്ല. അതിന്റെ കൂടെ റുപ്പി ഇനിയും കുറെ വീക്ക് ആയി കൊണ്ടിരുന്നാൽ ഇപ്പോ പറഞ്ഞ ഫോർമുല വെച്ച് ഗോൾഡിന്റെ ഇന്ത്യയിലെ വില അങ്ങനെയും കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ മുന്നിലേക്കുള്ള വിലയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ബെറ്റർ ആകുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി തിരിച്ച് 6% ആക്കിയേക്കാം. അപ്പോ ഇപ്പോ ഉണ്ടായ ഒരു ജമ്പ് പോലെ ഒറ്റയടിക്ക് ഒരു പ്രൈസ് ഡ്രോപ്പും സംഭവിക്കാം. അപ്പോ അത് കേൾക്കുമ്പോൾ ആ ഒരു സംഭവം എന്നായിരിക്കും സംഭവിക്കുക എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. ഉറപ്പിച്ച ഒരു ഡേറ്റ് എന്തായാലും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. സെൻകോ ഗോൾഡിന്റെ CEO എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏകദേശം 1 വർഷമെങ്കിലും എടുക്കുമെന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ 2002 ഇത് നടന്നപ്പോ 2 വർഷം എടുത്താണ് ഡ്യൂട്ടി കുറച്ചത്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻഡിക്കേഷൻസ് ഇതൊക്കെയാണ്. US ഇറാൻ ഇഷ്യൂ ഒന്ന് തണുക്കണം, പുതിയ പ്രശ്നങ്ങൾ വരാതെ ഇരിക്കണം, റുപ്പി ഒന്ന് സ്റ്റേബിൾ ആകണം, ഓയിൽ പ്രൈസ് കുറയണം. ഇതെല്ലാം നടന്നാൽ ഈ പറഞ്ഞ പോലെ 1-2 വർഷത്തിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറഞ്ഞ് ആ പ്രൈസ് ഡ്രോപ്പ് സംഭവിച്ചേക്കാം. അപ്പൊ ഗോൾഡിന്റെ വിലക്ക് എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ്, ഇപ്പൊ ഗോൾഡ് വാങ്ങണോ, കയ്യിലുള്ളത് ഈ കൂടിയ വിലക്ക് വിൽക്കണോ, അതോ ഇനി വാങ്ങാനാണെങ്കിൽ എപ്പോ വാങ്ങണം എന്നൊക്കെ ആയിരിക്കും. അതും ഞാൻ പറഞ്ഞു തരാം. അതിനായി ഈ വീഡിയോ കാണുന്ന നിങ്ങളെ നമുക്ക് 4 ആയി തിരിക്കാം. ലെറ്റ് മീ സ്പീക്ക് ടു ഈച്ച് ഓഫ് യു ഡയറക്ട്ലി. ആദ്യത്തെ കാറ്റഗറി, ഈ അടുത്ത് തന്നെ കല്യാണത്തിനായി സ്വർണം വാങ്ങാൻ നിൽക്കുന്നവര്. ഡേറ്റ് ഫിക്സ് ചെയ്ത് ബഡ്ജറ്റ് സെറ്റ് ആക്കി നിൽക്കുന്ന നിങ്ങൾക്കാണ് ഏറ്റവും ടെൻഷൻ എന്ന് എനിക്കറിയാം. ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഒറ്റയടിക്ക് വാങ്ങാതെ കല്യാണ സമയമാകുന്നത് വരെ ഇടവിട്ട് വാങ്ങുക എന്നതാണ്. അപ്പോ അതിനിടയിൽ വില വ്യത്യാസങ്ങൾ വന്നാലും ഒരു ആവറേജ് ബൈ പ്രൈസ് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ സ്വർണത്തിന്റെ പുതിയ വില വെച്ച് എത്രയാണോ വാങ്ങാൻ പറ്റുന്നത് അത് മാത്രം വാങ്ങുക. അല്ലാതെ വില കൂടിയിട്ടും എത്രയോ പവൻ വാങ്ങണമെന്ന് വിചാരിച്ചത് തന്നെ വാങ്ങാൻ തൽക്കാലം നിൽക്കണ്ട. അപ്പൊ ഈ ഒരു വിഷയം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കല്യാണത്തിന് ഗോൾഡും ഡയമണ്ടും ജ്വല്ലറി ഒക്കെ കുറെ ഇടുന്ന സംഭവം വേണോ എന്ന് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെയുള്ള അനാവശ്യ പ്രഷറിലായി കടമെടുത്ത് പോലും കല്യാണം നടത്തി പലരും ഇന്ന് ബുദ്ധിമുട്ടിലാകാറുണ്ട്. അതൊക്കെ മാറണ്ടേ?
കാലം ഇത്ര മാറിയില്ലേ. കല്യാണ ദിവസം ഇടാൻ ഭംഗി ഉണ്ടാകണമെന്നാണെങ്കിൽ നല്ല ജ്വല്ലറി റെന്റിന് കിട്ടും, അല്ലെങ്കിൽ ഗോൾഡ് അല്ലാത്ത നല്ല ഫാൻസി ജ്വല്ലറി ഇടാം. ഇനി അതുമല്ല, ഗോൾഡ് എന്ന അസറ്റ് ഒരു ഗിഫ്റ്റ് ആയി കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ വലിയ പൈസ മേക്കിംഗ് ചാർജ് കൊടുക്കാതെ ഗോൾഡ് കോയിൻസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിപരമായി ചിന്തിച്ച് ജീവിതത്തിൽ സമാധാനത്തിനും ലോജിക്കിനും പ്രയോറിറ്റി കൊടുക്കണം. ഈ വിഷയവുമായി ശരിക്കും ബന്ധമില്ല, എന്നാലും ഇത് പറയുമ്പോൾ പറയണമെന്ന് എനിക്കൊന്ന് തോന്നി. അപ്പോൾ ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് ആൾക്കാരെ നോക്കാം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആലോചിക്കുന്നവർ അല്ലെങ്കിൽ ചെയ്യുന്നവർ. സ്ട്രെയിറ്റ് ആയി പറയാം, ലംസമായി വലിയ തുക ഇപ്പോൾ ഇറക്കാൻ പറ്റിയ ഒരു ക്ലീൻ എൻട്രി പോയിന്റ് അല്ല. പക്ഷെ അത് കാരണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനും പാടില്ല. ഒരു ഫേമസ് സേയിങ് ഉണ്ട് ഇൻവെസ്റ്റിംഗിൽ, ദ ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് വാസ് ഇയേഴ്സ് അഗോ, ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഈസ് ടുഡേ. ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെന്റ്, സ്റ്റാർട്ട് നൗ. അപ്പൊ കയ്യിൽ വലിയൊരു തുക ഉണ്ടെങ്കിൽ അത് കുറച്ച് സമയമെടുത്ത് പയ്യെ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാത്ത എല്ലാവരും SIP ആയി ഇൻവെസ്റ്റ് ചെയ്യുക. SIP ഓൾറെഡി ചെയ്യുന്നവര് ഈ നോയ്സ് ഒന്നും കേട്ട് ഡിസ്ട്രാക്ട് ആകാതെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യുക. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും എന്നതിൽ മാറ്റം ഒന്നും തന്നെ ഇല്ല. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെയും SGB, ഗോൾഡ് ETFs, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ്, ഡിജിറ്റൽ ഗോൾഡ്, അങ്ങനെ എല്ലാത്തിന്റെയും വില ഒരുപോലെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാറുള്ളത് പോലെ സോവറിൻ ഗോൾഡ് ബോണ്ട്, ഗോൾഡ് ETF അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ വഴി തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുക. ഓൾസോ ഓർമ്മിപ്പിക്കുന്നു, ഗോൾഡ് ഒരു സ്റ്റോർ ഓഫ് വാല്യൂവും എക്വിറ്റി മാർക്കറ്റിന് അഗേൻസ്റ്റ് ഹെഡ്ജുമാണ്. അതിനെ അങ്ങനെ തന്നെ കാണുക. നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ഒരു 10% അറൗണ്ട് ഒക്കെയാണ് ഗോൾഡ് വേണ്ടത്. ഇത് പറയുമ്പോൾ ഡിസ്ക്ലൈമറും പറയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല, ഇതൊന്നും അഡ്വൈസും അല്ല, എഡ്യൂക്കേഷൻ മാത്രമാണ്. അപ്പോ ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് നോക്കാം. ഓൾറെഡി വീട്ടിലോ ലോക്കറിലോ ഡിമാറ്റിലോ ഗോൾഡ് ഉള്ള ആൾക്കാർ. ആദ്യം തന്നെ ഇത് നിങ്ങളോട് ഞാൻ പറയാം, വില കൂടി എന്നതുകൊണ്ട് മാത്രം വിൽക്കാൻ നിൽക്കരുത്. അതൊരു നല്ല സ്ട്രാറ്റജി അല്ല. എന്നാൽ നിങ്ങൾ ഈ അടുത്തൊക്കെ തന്നെ ഓൾറെഡി കയ്യിലുള്ള ഗോൾഡ് വിൽക്കാൻ പ്ലാൻ ചെയ്തിരുന്നു എങ്കിൽ ഇത് നല്ലൊരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ശരിക്കും ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു ഗോൾഡ് ലോൺ ഉണ്ട് എങ്കിൽ ഇപ്പൊ തന്നെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സ്വർണത്തിന്റെ കൊളാട്രൽ വാല്യൂ കൂടിയിട്ടുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയേക്കാം. അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ടിന് ലോൺ എന്തായാലും കിട്ടും. ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള വേറെ ലോൺ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ആ എക്സ്ട്രാ ലോൺ എടുത്ത് ആ ഹൈ ഇൻട്രസ്റ്റ് ലോണുകൾ അടച്ചു തീർക്കാവുന്നതാണ്. കുറെ പലിശ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അവസാനമായി നാലാമത്തെ ഗ്രൂപ്പിനോട് സംസാരിക്കാം, ഗൾഫിലെ പ്രവാസികൾ. നിങ്ങൾക്ക് എന്നും അവിടുന്ന് ഗോൾഡ് വാങ്ങുന്നത് തന്നെയായിരുന്നല്ലോ ലാഭം. അതായത് UAE എക്സാമ്പിൾ നമുക്കൊന്ന് എടുക്കാം. അവിടെ ഗോൾഡിന്റെ പുറത്ത് 5% VAT, അതായത് ടാക്സ് മാത്രമേ ഉള്ളൂ, വേറെ ഡ്യൂട്ടി ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇന്ത്യയിൽ ഇതുവരെ 6% ഇമ്പോർട്ട് ഡ്യൂട്ടിയും 3% GSTയും അങ്ങനെ ടോട്ടൽ 9% ടാക്സ് ഉണ്ടായിരുന്നത് കൊണ്ട് UAE നിന്ന് വാങ്ങുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ തന്നെ നിയർലി 4% കുറവുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോ ഇന്ത്യയിലെ വില കൂടിയപ്പോൾ ഈ വിലക്കുറവ് എന്നുള്ളത് 13%. അതായത് UAE നിന്ന് വാങ്ങുന്നത് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കുന്നു. ഒരു പവന് 10,000 രൂപ കുറവ്. അപ്പൊ NRIസിനും ലോട്ടറി അടിച്ചിട്ടുണ്ട്. NRIസിന് ആണുങ്ങളാണെങ്കിൽ 20 ഗ്രാമും സ്ത്രീകളാണെങ്കിൽ 40 ഗ്രാമും പേഴ്സണൽ യൂസിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. ഇമ്പോർട്ട് ഡ്യൂട്ടിയോ ടാക്സോ ഒന്നും തന്നെ കൊടുക്കണ്ട. ഒരു കാര്യം എടുത്തു പറയാം, ഈ ഡ്യൂട്ടി ഫ്രീ ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു വർഷമെങ്കിലും തുടർച്ചയായി പുറത്തുണ്ടായിരുന്ന NRIകൾക്ക് മാത്രമാണ്. അപ്പൊ NRIസിന് അവിടെ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് ലാഭം. അപ്പൊ ഈ ഒരു വിഷയം പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. ഈ പ്രൈസ് ഡിഫറൻസ് കൂടിയത് കൊണ്ട് സ്മഗ്ലിംഗ് കൂടാൻ സാധ്യതയുണ്ട്. DRIന്റെ ഡേറ്റയും ഇത് കൃത്യമായി കാണിക്കുന്നുണ്ട്. ഗൾഫിലെ പല മലയാളി സർക്കിളുകളിലും വളരെ നോർമലൈസ് ആയി മാറിയിട്ടുണ്ട് ഗോൾഡ് സ്മഗ്ലിംഗ് എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്യുന്നവരെ അറിയുമെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുക. അത് ഇല്ലീഗൽ ആണെന്നും ഇന്ത്യക്ക് നല്ലതല്ല എന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതുകൂടി ക്ലിയർ ആയ സ്ഥിതിക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. ആദ്യം പറഞ്ഞ എല്ലാ കൺഫ്യൂഷനുകളും ഇപ്പൊ മാറിയില്ലേ? മനസ്സിലാക്കിയതുപോലെ ഇതൊരു എക്കണോമിക് പോളിസി ഡ്രിവൺ ആയ ഡിസിഷൻ മാത്രമാണ്. മോർ ഇമ്പോർട്ടന്റ്ലി ഒരു ടെമ്പററി ഹൈക്കും കൂടി മാത്രമാണ്. ആരും പാനിക് ആകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചും എന്ത് ചെയ്യണം എന്നുള്ളതും വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് മാക്സിമം ഷെയർ ചെയ്തോ. അതിശക്തം.